വയനാട് പഞ്ചാരക്കൊല്ലിക്ക് സമീപം കമ്പമലയിൽ വീണ്ടും കാട്ടുതീ. ഇന്നലെ കാട്ടുതീ ഉണ്ടായ പ്രദേശത്തോട് ചേർന്നാണ് ചെറിയ തോതിൽ തീ പടർന്നത്. അഗ്നിരക്ഷാസേനയും വനപാലകരും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കാട്ടുതീ മനുഷ്യനിർമ്മിതമാണെന്ന് കരുതുന്നതായി വനം വകുപ്പ് അറിയിച്ചു. പുൽമേടുകൾക്ക് ബോധപൂർവം തീ വെച്ചതാകാം എന്ന് നോർത്ത് DFO മാർട്ടിൻ ലോവൽ പറഞ്ഞു. ഇത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും രണ്ടും കടുവ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദിവസങ്ങളിലാണ്. ഈ തീ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം വനാതിർത്തിയിൽ നിന്ന് വളരെ ഉൾപ്രദേശമായിട്ടുള്ള ഒരു ഗ്രാസ് ലാൻഡിലാണ്, പുൽമേടുകളാണ് കത്തിയിട്ടുള്ളത്. ഇതൊരിക്കലും സ്വമേധയെ കത്താനുള്ള സമയം ആയിട്ടില്ല. അത് കത്താനായിട്ടുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇത് ഇൻറ്റൻഷനലി, അതായത് തീ പിടിപ്പിക്കണം അല്ലെങ്കിൽ വനം കത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ആരോ ചെയ്തിട്ടുള്ളതാണ്. അനീസ് അലി വിശദാംശങ്ങൾ നൽകും. അനീസ്, ഇന്റൻഷനലി ആര് എന്തിനു വേണ്ടി കത്തിച്ചു എന്നാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ സംശയം? സൈഫുദ്ദീൻ, വയനാട് മാനന്തവാടി കമ്പമലയിൽ ഇന്ന് രണ്ടാം ദിവസവും തീ പടർന്നതിനെ തുടർന്നാണ് ഇദ്ദേഹം ഇപ്പോൾ മാർട്ടിൻ ലോവൽ നമ്മോട് ഇത്തരമൊരു പ്രതികരണം നടത്തുന്നത്. വളരെ ചെറിയ രീതിയിലാണ് ഇന്ന് കാട്ടുതീ ഉണ്ടായത്. ഇന്നലെ പൂർണ്ണമായും തീ അണച്ചതിന് ശേഷം രാവിലെയോ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോ പിന്നീട് അവിടെ തീ ഉണ്ടായിട്ടില്ല. ഇന്ന് വീണ്ടും ചെറിയ തോതിൽ തീ പടർന്നത് നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് നമ്മൾ സംസാരിച്ചപ്പോഴാണ് മാർട്ടിൻ ലോവൽ അദ്ദേഹം ഈ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. ഇത് ബോധപൂർവം ആരോ കത്തിച്ചതാണ് എന്ന് മനസ്സിലാക്കുന്നു. കാരണം അടിക്കാടുകൾ ഉണങ്ങി നിൽക്കുന്ന സാഹചര്യമില്ല. മഴ ഇല്ല എങ്കിൽ പോലും വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം അടിക്കാടുകൾ ഉണങ്ങി നിൽക്കുന്ന, വളരെ പെട്ടെന്ന് തീ പടരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്വാഭാവികമായി കാട്ടുതീ പടർന്നതാണെന്ന് കരുതുന്നില്ല. തീ അണച്ചതിന് ശേഷവും ഇത് ആരോ ബോധപൂർവം കത്തിച്ചു എന്നാണ് അദ്ദേഹം സംശയിക്കുന്നത്. അതിന് കൃത്യമായ തെളിവോ ഉദ്ദേശത്തിൽ എന്തിനു വേണ്ടി ചെയ്തു എന്നോ അദ്ദേഹം പറയുന്നില്ല. അത്തരം കാര്യങ്ങൾ പരിശോധന നടത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഈ മേഖല, തലപ്പുഴയിലെ കമ്പമല ഈ മേഖലയിൽ ചില ദിവസങ്ങളിലായി കടുവ സാന്നിധ്യമുണ്ട് എന്നത് നേരത്തെ അത് പക്മാർക്കൊക്കെ വെച്ചുകൊണ്ട് സ്ഥിരീകരിച്ചിരുന്നു. ചില ആളുകൾ അതിനെ കാണുകയും ചെയ്തിരുന്നു. വനംവകുപ്പ് അവിടെ എത്തി കൂട് സ്ഥാപിക്കുകയും നിരീക്ഷണം ശക്തമാക്കുകയൊക്കെ ചെയ്തു. ഈ സന്ദർഭങ്ങളിൽ തന്നെയാണ് തീ പടർന്നിട്ടുള്ളത് എന്നും അദ്ദേഹം പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത് മനുഷ്യനിർമ്മിതമാണ്, വനംവകുപ്പിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ് എന്ന് സംശയിക്കുന്നു. തുരത്താൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ളൊരു സംശയമാണുള്ളത്. അങ്ങനെയല്ല. ഇത് കടുവയെ തുരത്താൻ വേണ്ടി ഇങ്ങനൊരു മാർഗമായി ആരും അത് കരുതുന്നില്ല. അതൊരു ശാസ്ത്രീയ പരിഹാരവുമല്ല. ആരും അങ്ങനെ ഒരു തെറ്റായി ധരിക്കുന്നുമില്ല. ഈ പ്രദേശവാസികൾ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുന്ന ആളുകളുമല്ല. മറിച്ച് വനംവകുപ്പിനെ ഏതോ അർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കാനോ സമ്മർദ്ദത്തിലാക്കാനോ അല്ലെങ്കിൽ വനംവകുപ്പിനെ കൂടുതൽ ആ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിപ്പിക്കാൻ വേണ്ടിയോ മറ്റോ ആയിരിക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇത് കടുവയെ പ്രതിരോധിക്കാൻ കേട്ടുകേൾവി പോലുമുള്ള ഒരു മാർഗമേ അല്ല. അങ്ങനെ ഒന്ന് DFO സംശയിക്കുന്നുമില്ല. അതേസമയം ഈ വനംവകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ അല്ലെങ്കിൽ വനംവകുപ്പിനെ പ്രതിരോധത്തിലാക്കാൻ, അവരെ സമ്മർദ്ദത്തിലാക്കാൻ, വനംവകുപ്പിനെതിരായ ഒരു നടപടിയായി ഈ ഒരു പ്രവൃത്തിയെ അദ്ദേഹം വിലയിരുത്തുകയാണ്. അങ്ങനെ ആരോ ബോധപൂർവം ചെയ്തതാണ് എന്ന് തന്നെയാണ് സംഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറക്ക് അത്തരം കുറ്റം ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുകൂടി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. വയനാട് കമ്പമലയിൽ കാട്ടുതീ അണയാതെ പടരുമ്പോൾ അതിനകത്ത് വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ടെന്നുള്ള സംശയം ഉയർത്തുകയാണ് വനം വകുപ്പും DFOയും. വിശദാംശങ്ങൾ നൽകിയത് അനീസ് അലി.